സാർ, എൻ്റെ ചോദ്യം, സാമൂഹ്യക്ഷേമ പെൻഷൻ വീടുകൾ എത്തിക്കുന്നത് നിലവിൽ തുടരുമോ? സാർ, ഇത് സംബന്ധിച്ച ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നടപടികൾ ഇപ്പോൾ തുടരുകയാണ്. പുതിയ നടപടിക്രമത്തിൽ എന്തെങ്കിലും മാറ്റം വേണോ എന്ന് തീരുമാനിച്ചിട്ടില്ല. സാർ, സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നത് 2 മാസമായി മുടങ്ങിക്കിടക്കുകയാണ്. ഇത് തുടരുമോ? സാർ, സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ നമ്മൾ ഉദ്ദേശിച്ച സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമായിട്ടുള്ളതല്ല. അത് പുതിയതായി കഴിഞ്ഞ സർക്കാർ ഫെബ്രുവരി മാസത്തിൽ കൊടുത്തു തുടങ്ങിയതാണ്, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട്. അത് സംബന്ധിച്ചൊരു തീരുമാനം ഈ സർക്കാർ എടുത്തിട്ട് അറിയിക്കും. സർ, സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകുന്നതിന് എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? അപ്പം ഈ UDF ഓഫീസിൽ ഈ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിരുന്നു. അത്തരം ആളുകൾക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി വ്യക്തമാക്കാം. സ്വീകരിച്ചിട്ടുള്ള കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഇവിടെ നിയമസഭയിൽ പറയുണ്ടായിരുന്നു. ബന്ധപ്പെട്ട മന്ത്രി തന്നെ നടപടി സ്വീകരിച്ച കാര്യം ഇവിടെ അറിയിക്കേണ്ടായി. അതൊരു തെറ്റായ നടപടി, അതൊന്നും പ്രോത്സാഹിപ്പിക്കില്ല. മുടങ്ങാതെ പെൻഷൻ കൊടുക്കുന്നതിനുള്ള നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ തന്നെയുള്ള പെൻഷന്റെ ഉത്തരവ് നാളെ ഇറങ്ങും. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 24-ാം തീയതി മുതൽ വിതരണം ചെയ്യുകയും ചെയ്യും. ഇനി മുതൽ മുടങ്ങാതെ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കും. പ്രതിപക്ഷ നേതാവ് സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദാഹരണം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടെ നോക്കിയത്. ഈ ലോസ് ആഞ്ചലസിൽ പോയ ആൾ ഒരു പെൻഷൻ വാങ്ങുന്ന അമ്മയുടെ മകൻ, അവരെ ആ മകൻ്റെ സംരക്ഷണത്തിലായിരിക്കില്ല, ഇവിടെ തന്നെ കഴിയുന്നതായിരിക്കും. പക്ഷേ മകൻ അവിടെ കഴിയുന്നു, അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പോകുന്നു. അതൊരു അയോഗ്യതയായിട്ട് കണക്കാക്കുന്നത് ശരിയാവുമെന്നൊരു സംശയം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. നല്ല വരുമാനമുള്ള ഒരു കുടുംബത്തിലെ ആൾക്ക് കിട്ടുമ്പോൾ തീരെ വരുമാനം ഇല്ലാത്ത ഒരു കുടുംബത്തിലെ ഒരാൾക്ക് കിട്ടാതെ പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിശ്ചയിച്ച സമയത്ത്, സർക്കാർ നിശ്ചയിച്ച സമയത്ത് അർഹരായി ആയിരിക്കും. പിന്നീട് അവരുടെ സാമ്പത്തിക നിലയിൽ മാറ്റം വരുത്തുകയും വീടിന് വരുമാനം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇപ്പം തന്നെ വെച്ചിരിക്കുന്ന കണ്ടീഷനിൽ AC വയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. വ്യാപകമായ പരാതിയുണ്ട് അതിനെ സംബന്ധിച്ച്. കാരണം രോഗിയായ ഒരാൾ, പ്രായമുള്ള ഒരാൾ ആ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഈ കടുത്ത ചൂടിനെ അവഗണിക്കാൻ വേണ്ടി ചിലപ്പോൾ മക്കളോ ആരെങ്കിലും ഒരു AC വെച്ച് കൊടുത്തതാണ്. പരാതിയുണ്ട്, നമ്മൾ പരിശോധിക്കാം. അപ്പോൾ ആ AC ഉള്ളത് കൊണ്ട് മാത്രം പെൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ മക്കൾ വിദേശത്ത് വലിയ വരുമാനം ഉണ്ടാകുന്ന ജോലി ചെയ്യുന്നു, ആ ഒരു വരുമാനം അവർക്ക് അയച്ചു കൊടുക്കുന്നു. ആ വരുമാനത്തിന്റെ ഒരു ഭാഗം ഇവർക്കുള്ള ചെലവിന് വേണ്ടി അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അവരുടെ വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടായി. ഞാൻ പറഞ്ഞത് ആരെ ഇതിൻ്റെ അതൊന്നും ഒഴിവാക്കാനല്ല. നമുക്ക് അർഹരായ ആളുകൾ വരുമ്പോൾ ഇതിന്റെ നമ്പർ കൂടുകയും അർഹരായ ആളുകൾക്ക് അതിൻ്റെ അകത്ത് എൻട്രി കിട്ടാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് സമയാസമയങ്ങളിൽ ഇതൊരു പരിശോധന നടത്തി പുറത്ത് നിൽക്കുന്ന അർഹരായ ആളുകളെ അകത്ത് കയറ്റാനും അനർഹരായ ആളുകളെ പുറത്ത് കളയാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം വേണം. അതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നതാണ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് മനസ്സിലായി തീർച്ചയായിട്ടും. അതുകൊണ്ട് മക്കള് വിദേശത്താണെങ്കിലും മക്കളെ ചിലപ്പോൾ സഹായിക്കണമെന്നില്ല. ഇപ്പോൾ ചില അമ്മമാർ പറയാറുണ്ട്, 2 മക്കളുണ്ട്, 2 മക്കളുണ്ട്, മൂത്തയാൾക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ സഹായിക്കില്ല. അയാൾക്ക് നിവൃത്തിയില്ല സഹായിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ആൾക്ക് സഹായിക്കാനുള്ള സംവിധാനമുണ്ട്, പക്ഷെ അയാൾ സഹായിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള പല കുടുംബങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന കാര്യത്തിൽ ചില മാനദണ്ഡങ്ങൾ, വ്യാപകമായ പരാതികൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ച കാര്യം, AC കാര്യം. ഒരു വീട്ടിൽ AC ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ക്ഷേമ പെൻഷൻ നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഡോക്ടർമാരാണ് പലപ്പോഴും AC നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡയാലിസിസ് ആയ പേഷ്യൻസ്, അവരെ കൊണ്ടുപോകാൻ വേണ്ടി ചിലപ്പോൾ നാട്ടുകാരൊക്കെ പണം പിരിച്ച് വാഹനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾക്ക് പെൻഷൻ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് പരിശോധിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് കാലാകാലങ്ങളിൽ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന പരാതികൾ പരിഹരിച്ച് കുറ്റമില്ലാതെ ഇത് ഭംഗിയായിട്ട് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഏത് ഗവൺമെന്റ് ആണെങ്കിലും കാലാകാലങ്ങളിൽ പരിശോധന നടത്തി വേണ്ട പരിഷ്കാരങ്ങൾ ഇതിൽ ഏർപ്പെടുത്തണമെന്ന് തന്നെയാണ് ഈ സർക്കാരിന്റെ നിലപാട്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യ ഘട്ടത്തിൽ തന്നെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നെല്ലാം പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അത് സൂചിപ്പിച്ചതാണ്. പക്ഷേ അത്തരമൊരു പ്രഖ്യാപനം, അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് വരുന്നുവെന്നാണ്. പക്ഷേ ഇത്തരമൊരു പ്രഖ്യാപനം സ്വാഭാവികമായിട്ട് ബഡ്ജറ്റിൽ വന്നില്ല. അതുകൊണ്ട് ഈ വർധനവ് പരിഗണനയിലുണ്ടോ, അത് പരിഗണിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. സർ, ഇന്ദിരാ ഗ്യാരണ്ടി ആയിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും 6 പ്രധാനപ്പെട്ട പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലൊരു പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ളത്. സർ, അതിൽ ആദ്യ ഗ്യാരണ്ടികൾ 2 KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആദ്യ മാസത്തിൽ തന്നെ നടപ്പാക്കി. സർ, രണ്ടാമത്തത് ഒരു വയോജന ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് വയോജന ഡിപ്പാർട്ട്മെന്റ് ഈ സർക്കാർ അധികാരത്തിലെത്തി 1 മാസത്തിനകം പൂർത്തിയാക്കി. അതുപോലുള്ളൊരു വാഗ്ദാനമാണ് തീർച്ചയായിട്ടും. എന്തായാലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 1600 രൂപയുടെ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു. സർ, അത് ആദ്യത്തെ 4.25 വർഷക്കാലം 1600 രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടിയില്ല. 4.25 വർഷമായപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലയാഴ്ചയാണ് 1600 രൂപ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. എന്തായാലും അത്തരം ഒരു കാലതാമസം ഈ 3000 രൂപയുടെ കാര്യത്തിൽ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ജനങ്ങളോട് നൽകിയ വാഗ്ദാനം ഈ സർക്കാർ പാലിക്കുക തന്നെ ചെയ്യും.
നേരത്തെ ഉണ്ടായിരുന്ന 600 രൂപയുടെ പെൻഷൻ 2000 വർദ്ധിപ്പിച്ചു. അത് എൻ്റെ ചോദ്യം, കൂടുതൽ അർഹരായവർക്ക് പെൻഷൻ നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്ന്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, തീർച്ചയായിട്ടും നമുക്ക് ഈ പെൻഷന്റെ ഗുണഭോക്താക്കളുടെ കാര്യം പരിശോധിക്കണം. പീരിയോഡിക്കലായി അത് പരിശോധിച്ചുകൊണ്ടിരിക്കണം. പലപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിൽ ചിലർ അനർഹരായി മാറും. അപ്പോൾ അർഹതപ്പെട്ടവർ പുറത്തു നിൽക്കുകയും അനർഹരായ ആളുകൾ പെൻഷൻ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഒരു വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ തമാശയായിട്ടല്ല പറഞ്ഞത്, ലോസ് ഏഞ്ചൽസിൽ നിന്ന് ഒരാൾ വിളിച്ചു, എൻ്റെ ഈ മാസത്തെ പെൻഷൻ കിട്ടിയിട്ടില്ലെന്നവർ. അപ്പോൾ ചിലപ്പോൾ അവർക്ക് കൊടുക്കുന്ന സമയത്ത്, അവരെ നിശ്ചയിക്കുന്ന സമയത്ത് അവർ അർഹരായിരിക്കും. പിന്നീട് അവരുടെ വരുമാനം വർദ്ധിക്കുകയും മറ്റു പല കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തതിന്റെ ഭാഗമായി അവർ അനർഹരായി മാറും. അപ്പോൾ അനർഹരായ ആളുകൾ ലിസ്റ്റിലുണ്ടെങ്കിൽ അർഹരായ ആളുകൾ പുറത്തു നിൽക്കുകയാണ്, അർഹരായ ആൾ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ പീരിയോഡിക്കലായിട്ടുള്ള പരിശോധനകൾ നടത്തി അനർഹരെ അതിൽ നിന്ന് പുറത്താക്കുകയും അർഹരായ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്യണം. 1500 രൂപ പെൻഷനാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 60 മാസം കൊണ്ട് ഓരോ വ്യക്തിക്കും 54,000 രൂപ ലഭിക്കേണ്ടതാണ് 5 വർഷം കൊണ്ട്. എന്നാൽ ആകെ 4 മാസം മാത്രം വർദ്ധിപ്പിച്ചതിലൂടെ വെറും 1600 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. വാഗ്ദാനം ചെയ്തത് തന്നെ ഏകദേശം 51,400 രൂപയുടെ കുറവ് ഈ പാവപ്പെട്ട പെൻഷൻകാർക്ക് വരുത്തിയിരിക്കുകയാണ്, ഒരു വാഗ്ദാന ലംഘനത്തിലൂടെ വരുത്തിയിരിക്കുക. സർ, എൻ്റെ ചോദ്യം, ഇവിടെ സോഷ്യൽ സെക്യൂരിറ്റി സെസ് ഉൾപ്പെടെ ഏർപ്പെടുത്തി ഫണ്ട് സമാഹരിച്ചിട്ടും യഥാസമയം പെൻഷൻ കൊടുക്കാതെ പെൻഷൻ മുടങ്ങിയത് സർക്കാർ ഗൗരവതരമായിട്ട് തന്നെ കാണുന്നുണ്ടോ? മറ്റൊരു കാര്യം, കഴിഞ്ഞ ഗവൺമെന്റ് സാമൂഹ്യക്ഷേമ പെൻഷൻ അസ്വസ്ഥനായി പറയട്ടെ, സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തിരുന്നു. അപ്പൊ ക്ഷേമനിധി പെൻഷൻ എന്ന് പറയുന്നത് അവരുടെ അംശാദായം അടച്ചിട്ട് കിട്ടുന്നതാണ്. അത് നിഷേധിച്ചവരാണ് കഴിഞ്ഞ സർക്കാർ. ഈ സർക്കാർ അതുൾപ്പെടെ കൊടുക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വിശദമായ പരിശോധന പെൻഷൻ വിതരണത്തിന്റെ കാര്യത്തിലും അതിന്റെ മാനദണ്ഡങ്ങളുടെ കാര്യത്തിലും ഉണ്ടാകണം. ഇപ്പോൾ ഗവൺമെന്റ് അതിന് സമയം കിട്ടിയിട്ടില്ല. തീർച്ചയായും അത് പരിശോധിച്ച് കുറ്റമറ്റതാക്കി ഈ വിതരണം നടത്താൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഈ ലോസ് ആഞ്ചലസിൽ പോയയാൾ ഒരു പെൻഷൻ വാങ്ങുന്ന അമ്മയുടെ മകൻ, അവരെ ആ മകന്റെ സംരക്ഷണത്തിലായിരിക്കില്ല, ഇവിടെ തന്നെ കഴിയുന്നതായിരിക്കും. പക്ഷേ മകൻ അവിടെ കഴിയുന്നു, അതിന്റെ ഭാഗമായിട്ട് അവിടെ പോകുന്നു. അതൊരു അയോഗ്യതയായിട്ട് കണക്കാക്കുന്നത് ശരിയാവുമെന്നൊരു സംശയം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. നല്ല വരുമാനമുള്ള ഒരു കുടുംബത്തിലെ ആൾക്ക് കിട്ടുമ്പോൾ തീരെ വരുമാനം ഇല്ലാത്ത ഒരു കുടുംബത്തിലെ ഒരാൾക്ക് കിട്ടാതെ പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിശ്ചയിച്ച സമയത്ത്, സർക്കാർ നിശ്ചയിച്ച സമയത്ത് അർഹരായി ആയിരിക്കും. പിന്നീട് അവരുടെ സാമ്പത്തിക നിലയിൽ മാറ്റം വരുത്തുകയും വീടിന് വരുമാനം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇപ്പൊ തന്നെ വെച്ചിരിക്കുന്ന കണ്ടീഷനിൽ AC വയ്ക്കാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. വ്യാപകമായ പരാതിയുണ്ട് അതിനെ സംബന്ധിച്ച്. കാരണം ഇപ്പോൾ രോഗിയായ ഒരാൾ, പ്രായമുള്ള ഒരാൾ ആ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഈ കടുത്ത ചൂടിനെ അവഗണിക്കാൻ വേണ്ടി ചിലപ്പോൾ മക്കളോ ആരെങ്കിലും ഒരു AC വെച്ച് കൊടുത്തതാണ്. പരാതിയുണ്ട്. അത് നമ്മൾ പരിശോധിക്കാം. അപ്പോൾ ആ AC ഉള്ളത് കൊണ്ട് മാത്രം പെൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അപ്പോൾ മക്കൾ വിദേശത്ത് വലിയ വരുമാനം ഉണ്ടാകുന്ന ജോലി ചെയ്യുന്നു, ആ ഒരു വരുമാനം അവർക്ക് അയച്ചു കൊടുക്കുന്നു, ആ വരുമാനത്തിന്റെ ഒരു ഭാഗം ഇവർക്കുള്ള ചെലവിന് വേണ്ടി അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അവരുടെ വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടായി. ഞാൻ പറഞ്ഞത് ആരെയും ഇതിൻ്റെ അതൊന്നും ഒഴിവാക്കാനല്ല. നമുക്ക് അനർഹരായ ആളുകൾ വരുമ്പോൾ ഇതിന്റെ നമ്പർ കൂടുകയും അർഹരായ ആളുകൾക്ക് അതിൻ്റെ അകത്ത് എൻട്രി കിട്ടാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് സമയാസമയങ്ങളിൽ ഇതൊരു പരിശോധന നടത്തി പുറത്ത് നിൽക്കുന്ന അർഹരായ ആളുകളെ അകത്ത് കയറ്റാനും അനർഹരായ ആളുകളെ പുറത്ത് കളയാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം വേണം. അതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് മനസ്സിലായി തീർച്ചയായിട്ടും. അതുകൊണ്ട് മക്കള് വിദേശത്താണെങ്കിലും മക്കളെ ചിലപ്പോൾ സഹായിക്കണമെന്നില്ല. ഇപ്പൊ ചില അമ്മമാർ പറയാറുണ്ട്, 2 മക്കളുണ്ട്, 2 മക്കളുണ്ട്, മൂത്ത ആൾക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ സഹായിക്കില്ല, അയാൾക്ക് നിവൃത്തിയില്ല സഹായിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ആൾക്ക് സഹായിക്കാനുള്ള സംവിധാനമുണ്ട്, പക്ഷെ അയാൾ സഹായിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള പല കുടുംബങ്ങളും ഉണ്ട്. അതൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അങ്ങ് പറഞ്ഞത് ഗൗരവമായിട്ട് തന്നെ എടുക്കും.